നമസ്കാരം, ഗുരുകുല ഭാരതത്തിന്റെ PSC ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അനിൽ. ഇന്നത്തെ ക്ലാസ്സിൽ കൊല്ലം, കാസർഗോഡ്, തൃശൂർ എന്നീ ജില്ലകളിലേക്കുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നടന്ന LE ക്ലർക്ക് പരീക്ഷയിലെ ഗണിത വിഭാഗത്തിൽ നിന്നുമുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും വിശദീകരണങ്ങളുമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ശ്രദ്ധിക്കുക. ആദ്യത്തെ ചോദ്യം ഇതാണ്. ശ്രദ്ധിക്കുക. 2016 ജനുവരി 1 വെള്ളിയാഴ്ചയെങ്കിൽ 2016 നവംബർ 15 ഏത് ദിവസമാണ്? ഓപ്ഷൻ എ ഞായർ, ഓപ്ഷൻ ബി തിങ്കൾ, ഓപ്ഷൻ സി ചൊവ്വ, ഓപ്ഷൻ ഡി ബുധൻ. കലണ്ടർ എന്ന പാഠഭാഗത്തു നിന്നുമുള്ള ചോദ്യമാണിത്. ഗുരുകുല ഭാരതത്തിന്റെ ക്ലാസ്സിൽ കലണ്ടർ എന്ന പാഠഭാഗം വ്യക്തമായി പഠിപ്പിച്ചിട്ടുള്ളതും വിശദമായി ഉൾക്കൊള്ളിച്ചിട്ടുള്ളതുമാണ്. ഗുരുകുല ഭാരതത്തിൽ മാത്തമാറ്റിക്സ് എന്ന പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് കലണ്ടർ എന്ന പാഠഭാഗം കാണാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരം എങ്ങനെ കണ്ടെത്താമെന്ന് നോക്കാം. നമുക്ക് തന്നിരിക്കുന്നു 2016 ജനുവരി 1 വെള്ളിയാഴ്ചയാണ്. 2016 നവംബർ 15 ഏത് ദിവസം? ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ സാധാരണയായി നമ്മൾ ചെയ്യുന്നത് 2016 ജനുവരി 1 മുതൽ 2016 നവംബർ 15 വരെയുള്ള ഒറ്റ ദിവസങ്ങളുടെ എണ്ണം കണക്കാക്കും. ആ കിട്ടിയ ഒറ്റ ദിവസങ്ങളുടെ എണ്ണത്തെ വെള്ളിയാഴ്ചയുടെ കൂടെ കൂട്ടും. അപ്പോൾ നമുക്ക് 2016 നവംബർ 15 ഏത് ദിവസമാണെന്ന് കിട്ടും. എന്നാൽ ഇവിടെ നമ്മൾ അത്രയും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് 2016 ജനുവരി 1 മുതൽ 2016 മാർച്ച് 15 വരെയുള്ള ദിവസം കണ്ടുപിടിച്ചാൽ മതി. അതായത് 2016 ജനുവരി 1 മുതൽ 2016 മാർച്ച് 15 വരെയുള്ള ഒറ്റ ദിവസങ്ങൾ കണ്ടുപിടിച്ചാൽ മതി എന്ന് പറയാൻ കാരണം കലണ്ടർ എന്ന പാഠഭാഗത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സാധാരണ വർഷത്തിലും അതിവർഷത്തിലും ഒരേ കലണ്ടർ ഉപയോഗിക്കാവുന്ന മാസങ്ങളാണ് നവംബറും മാർച്ചും. അപ്പോൾ മാർച്ച് 15 ഏത് ദിവസമാണോ അതേ ദിവസം തന്നെയായിരിക്കും നവംബർ 15ഉം. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ മാർച്ച് 15 വരെയുള്ള ഒറ്റ ദിവസങ്ങൾ കണക്കാക്കുന്നത്. ഈ പറഞ്ഞത് വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തതായി നമുക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്തുന്ന രീതിയിലേക്ക് കടക്കുകയാണ്. നമ്മൾ ആദ്യം എഴുതുന്നു. ജനുവരി മാസത്തിൽ 31 ദിവസങ്ങളുണ്ട്. ഇവിടെ ജനുവരി 1 വെള്ളിയാഴ്ച എന്ന് തന്നിരിക്കുന്നു. അപ്പോൾ ഈ 1 ഇനി നമുക്ക് വേണ്ട. ബാക്കിയുള്ള 30 ദിവസങ്ങളിലെ ഒറ്റ ദിവസങ്ങൾ കണ്ടെത്തിയാൽ മതി. അപ്പോൾ നമ്മൾ 30ൽ നിന്നും 1 കുറച്ച് 30 ദിവസങ്ങളെന്ന് എഴുതുന്നു. അടുത്തതായി ജനുവരി 30ലെ ഒറ്റ ദിവസങ്ങൾ കാണാൻ 30നെ 7 കൊണ്ട് ഹരിക്കുന്നു. അപ്പോൾ നമുക്ക് ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 2 എന്ന് കിട്ടും. അടുത്തതായി നമ്മൾ ഫെബ്രുവരി മാസത്തിലെ ഒറ്റ ദിവസങ്ങളുടെ എണ്ണം കാണുന്നു. 2016 എന്നുള്ളത് ഒരു അതിവർഷമാണ്. അതുകൊണ്ട് തന്നെ ഫെബ്രുവരിയിൽ 29 ദിവസങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഫെബ്രുവരിയിലെ ഒറ്റ ദിവസങ്ങളുടെ എണ്ണം കാണാൻ 29നെ 7 കൊണ്ട് ഹരിക്കുന്നു. അപ്പോൾ നമുക്ക് ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 1 എന്ന് കിട്ടും. അടുത്തതായി നമ്മൾ മാർച്ച് മാസത്തിലെ ഒറ്റ ദിവസങ്ങളുടെ എണ്ണം കാണുന്നു. ഇവിടെ നമുക്ക് മാർച്ച് മാസത്തിലെ ആകെ ഒറ്റ ദിവസങ്ങളുടെ എണ്ണം കാണണ്ട. പകരം മാർച്ച് 15 വരെയുള്ള ദിവസങ്ങളിലെ ഒറ്റ ദിവസങ്ങളുടെ എണ്ണം കണക്കാക്കിയാൽ മതി. കാരണം ഇവിടെ 15 നമുക്ക് ചോദിച്ചിരിക്കുന്ന ദിവസം. അപ്പോൾ നമ്മൾ 15 ദിവസങ്ങളിലെ ഒറ്റ ദിവസങ്ങളുടെ എണ്ണം കാണാൻ 15നെ 7 കൊണ്ട് ഹരിക്കുന്നു. അപ്പോൾ നമുക്ക് ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 1 എന്ന് കിട്ടും. അടുത്തതായി നമ്മൾ കിട്ടിയ ഒറ്റ ദിവസങ്ങളെല്ലാം തമ്മിൽ കൂട്ടുന്നു. അപ്പോൾ നമുക്ക് 4 എന്ന് ഉത്തരം കിട്ടും. അതായത് ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 4. നമുക്കറിയാം അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് ഈ കിട്ടിയ ഒറ്റ ദിവസങ്ങളുടെ എണ്ണത്തെ നമുക്ക് തന്നിരിക്കുന്ന ദിവസത്തിന്റെ കൂടെ കൂട്ടണം. അതായത് ഇവിടെ തന്നിരിക്കുന്ന ദിവസം വെള്ളിയാണ്. ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 4 ആയതുകൊണ്ട് വെള്ളിയുടെ കൂടെ 4 കൂട്ടുക. അതായത് വെള്ളിയുടെ കൂടെ 4 ദിവസം കൂട്ടുമ്പോൾ ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ. 4ാമത്തെ ദിവസം ചൊവ്വയാണ്. അപ്പോൾ നമുക്ക് മാർച്ച് 15 ഏത് ദിവസമാണെന്ന് കിട്ടി. മാർച്ച് 15 ചൊവ്വയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് മാർച്ച് 15 ചൊവ്വയാണെങ്കിൽ നവംബർ 15ഉം ചൊവ്വയായിരിക്കും. അതായത് ഇവിടെ നമുക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടി. നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ചൊവ്വ. ഈ പറഞ്ഞത് വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കലണ്ടർ എന്ന പാഠഭാഗത്ത് വ്യക്തമായി വിശദീകരിച്ചിട്ടുള്ള രീതി തന്നെയാണ് ഇവിടെയും വിശദീകരിച്ചിരിക്കുന്നത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്. ശ്രദ്ധിക്കുക. മീര പി എന്ന ബിന്ദുവിന്റെ തെക്ക് ദിശയിലേക്ക് 10 മീറ്റർ നടന്ന് വലത്തോട്ട് തിരിഞ്ഞ് 4 മീറ്റർ നടക്കുന്നു. വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 10 മീറ്റർ നടന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് 5 മീറ്റർ നടന്നാൽ പി എന്ന ബിന്ദുവിൽ നിന്നും എത്ര അകലെയാണ് മീര? ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഡയറക്ഷൻ സെൻസ് എന്ന പാഠഭാഗത്തു നിന്നുമുള്ള ചോദ്യമാണ്. ഈ പാഠഭാഗവും ഗുരുകുല ഭാരതത്തിന്റെ ക്ലാസ്സുകളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ്. ഗുരുകുല ഭാരതത്തിന്റെ മെന്റൽ എബിലിറ്റി എന്ന പാഠഭാഗത്ത് ഡയറക്ഷൻ സെൻസ് എന്ന പാഠഭാഗം കാണാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരം എങ്ങനെ കണ്ടെത്താമെന്ന് നോക്കാം. ഇങ്ങനെയൊരു ചോദ്യം വന്നാൽ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ദിശകൾ ഏതൊക്കെയാണെന്നാണ്. അതിവിടെ കാണിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കുക. അടുത്തതായി നമ്മൾ പി എന്ന ബിന്ദു അടയാളപ്പെടുത്തുന്നു. അതിനുശേഷം ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നു പി എന്ന ബിന്ദുവിൽ നിന്നും മീര 10 മീറ്റർ തെക്ക് ദിശയിലേക്ക് നടക്കുന്നു. തെക്ക് ദിശ എന്ന് പറയുമ്പോൾ നമ്മൾ അത് വരച്ച് കാണിക്കുന്നു. തെക്ക് ദിശയിലേക്ക് മീര 10 മീറ്റർ നടന്നു. അവിടെ നിന്നും മീര വലത്തോട്ട് തിരിഞ്ഞ് 4 മീറ്റർ നടക്കുന്നു. അതായത് മീര വലത്തോട്ട് തിരിക എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞ് വീണ്ടും 4 മീറ്റർ നടക്കുന്നു.
ഇപ്പോൾ മീര എത്തിയ സ്ഥാനത്ത് നിന്നും വീണ്ടും മീര വലത്തോട്ട് തിരിഞ്ഞ് 10 മീറ്റർ നടക്കുന്നു. അതായത് മീര 10 മീറ്റർ ഇങ്ങനെയാണ് നടക്കുന്നത്. ഇപ്പോൾ എത്തിയ സ്ഥാനത്ത് നിന്നും മീര വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 5 മീറ്റർ നടക്കുന്നു. അതായത് മീര ഇങ്ങോട്ട് 5 മീറ്റർ നടക്കുന്നു. ഇപ്പോൾ നമുക്ക് മീര എത്തിച്ചേർന്ന സ്ഥാനം കിട്ടിയിട്ടുണ്ട്. ചോദ്യത്തിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പി എന്ന ബിന്ദുവിൽ നിന്നും മീര ഇപ്പോൾ എത്തിച്ചേർന്ന സ്ഥാനത്തേക്കുള്ള ദൂരമാണ്. ഇവിടെ നമുക്കറിയാം ഇവിടെ 5 മീറ്ററാണ് മീര നടന്നിരിക്കുന്നത്. പിന്നീടുള്ള ദൂരം നമുക്ക് അറിയാം. താഴെ തന്നിരിക്കുന്നത് 4 മീറ്റർ ആണെങ്കിൽ ഇവിടെയും 4 മീറ്റർ ആയിരിക്കും വരുന്നത്. അതായത് ഈ 4 മീറ്ററും 5 മീറ്ററും തമ്മിൽ കൂട്ടുമ്പോൾ 5 + 4 9 എന്ന് കിട്ടും. അതായത് നമുക്കിവിടെ കിട്ടി പി എന്ന ബിന്ദുവിൽ നിന്നും മീര ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന സ്ഥാനത്തേക്കുള്ള ദൂരം 9 മീറ്റർ ആണ്. അതായത് ഇവിടെ നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടി. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി 9 മീറ്റർ. ഈ പറഞ്ഞത് വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഫിഗർ വരച്ച് കാണിച്ചിരിക്കുന്നത്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്: എയുടെ ബി ശതമാനവും ബിയുടെ എ ശതമാനവും കൂട്ടിയാൽ എ ബിയുടെ എത്ര ശതമാനമാണ്? ഓപ്ഷൻ എ എ ബി, ഓപ്ഷൻ ബി എ പ്ലസ് ബി, ഓപ്ഷൻ സി എ മൈനസ് ബി, ഓപ്ഷൻ ഡി 2. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമുക്ക് അതുപോലെ എഴുതാം. അതായത് എയുടെ ബി ശതമാനവും ബിയുടെ എ ശതമാനവും കൂട്ടിയാൽ കിട്ടുന്നത് എ ബിയുടെ ഒരു ഇത്ര ശതമാനമാണ്. ആ ഇത്ര ശതമാനം എത്രയാണെന്ന് നമുക്ക് അറിയില്ല. അതിനെ നമ്മൾ എക്സ് എന്ന് എടുക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത് എ ബി ഇൻറ്റു എക്സ് ബൈ 100. അടുത്തതായി നമ്മൾ ഇവിടെ എ ഇൻറ്റു ബി ബൈ 100 പ്ലസ് ബി ഇൻറ്റു എ ബൈ 100 ഈക്വൽസ് എ ബി ഇൻറ്റു എക്സ് ബൈ 100. എയും ബിയും തമ്മിൽ ഗുണിച്ച് എ ബി എന്നും ബിയും എയും തമ്മിൽ ഗുണിച്ചാലും എ ബി എന്ന് തന്നെ കിട്ടും. ഇവിടെ നമ്മൾ കൂട്ടുകയായതുകൊണ്ട് ഛേദത്തിൽ തന്നിരിക്കുന്ന 100നെ LCM ആയിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എ ബി പ്ലസ് എ ബി ബൈ 100 എന്ന് എഴുതുന്നു. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എ ബി പ്ലസ് എ ബി ബൈ 100 ഈക്വൽസ് എ ബി ഇൻറ്റു എക്സ് ബൈ 100 എന്ന് എഴുതുന്നു. ഇത് എഴുതിയത് എങ്ങനെയാണെന്ന് വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തതായി നമ്മൾ എക്സിനെ സമത്തിന്റെ ഒരു വശത്ത് നിർത്തി ബാക്കിയുള്ളതിനെ എല്ലാം അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ നമ്മൾ എക്സ് ഈക്വൽസ് 2 ഇൻറ്റു എ ബി ഇൻറ്റു 100 ബൈ 100 ഇൻറ്റു എ ബി എന്ന് കിട്ടും. ഇവിടുന്ന് നമുക്ക് എ ബിയും വെട്ടിപ്പോയി 100ഉം 100ഉം വെട്ടിപ്പോയിട്ട് എക്സ് 2% എന്ന് കിട്ടും. അതായത് ഇവിടെ നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടി. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി 2. ഈ പറഞ്ഞത് വ്യക്തമായി ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ട് സംഖ്യകൾ തമ്മിൽ കുറച്ചപ്പോൾ ലഭിച്ചതും ആ സംഖ്യകളുടെ ഗുണനഫലവും തുല്യം. അവയിൽ ഒരു സംഖ്യ 5 ആയാൽ അടുത്ത സംഖ്യ ഏത്? ഓപ്ഷൻ എ 5/6, ഓപ്ഷൻ ബി 6/5, ഓപ്ഷൻ സി 25/6, ഓപ്ഷൻ ഡി 6/25. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന രണ്ട് സംഖ്യകളെ നമുക്ക് എ ആയും ബി ആയും സങ്കല്പിക്കാം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നു രണ്ട് സംഖ്യകൾ തമ്മിൽ കുറച്ചപ്പോൾ ലഭിച്ചതും സംഖ്യകളുടെ ഗുണനഫലവും തുല്യം. അതായത് രണ്ട് സംഖ്യകളായിട്ടുള്ള എയുടെയും ബിയുടെയും വ്യത്യാസവും എയുടെയും ബിയുടെയും ഗുണനഫലവും തുല്യമായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എഴുതാം എ മൈനസ് ബി സമം എ ബി. അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത്, നമുക്കിവിടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട് ഒരു സംഖ്യ 5 ആണ്. അപ്പോൾ നമ്മൾ എയെ 5 ആയിട്ട് എടുക്കുന്നു. അതിനുശേഷം എയുടെ സ്ഥാനത്ത് 5 എന്ന് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് 5 മൈനസ് ബി സമം 5b എന്ന് കിട്ടും. അതിനുശേഷം നമ്മൾ 5bയുടെ അരികിലേക്ക് മൈനസ് ബിയെ കൊണ്ടുപോകുന്നു. സമത്തിന് ഇപ്പുറത്തുള്ള മൈനസ് ബി അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് ബി ആകും. അപ്പോൾ നമുക്ക് 5b പ്ലസ് ബി സമം 5 എന്ന് കിട്ടും. അവിടുന്ന് നമുക്ക് 5b അധികം ബി 6b സമം 5 എന്ന് കിട്ടും. അവിടുന്ന് നമ്മൾ ബി കണ്ടുപിടിക്കാൻ 5നെ 6 കൊണ്ട് ഹരിക്കണം. അതായത് ഇവിടെ 6 കൊണ്ട് ബിയെ ഗുണിച്ചിരിക്കുകയാണ്, അപ്പുറത്ത് പോകുമ്പോൾ ഹരിക്കണം. അതുകൊണ്ടാണ് അവിടെ നമ്മൾ ബി സമം 5/6 എന്ന് എടുക്കുന്നത്. ഇവിടെ നമ്മൾ എ എന്ന സംഖ്യയെ 5 ആയിട്ട് എടുത്തു. അത് തന്നിരിക്കുന്ന സംഖ്യയാണ്. അപ്പോൾ തരാത്ത സംഖ്യയാണ് ബി. ഇവിടെ നമുക്ക് ബിയുടെ വില കിട്ടി 5/6. അപ്പോൾ നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടി. നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ 5/6. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: 1 മുതൽ 50 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക എത്ര? ഓപ്ഷൻ എ 1075, ഓപ്ഷൻ ബി 1175, ഓപ്ഷൻ സി 1275, ഓപ്ഷൻ ഡി 1375. ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഉത്തരം കണ്ടെത്താനുള്ള മാർഗം ഇതാണ്. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ n-നെ n+1 കൊണ്ട് ഗുണിച്ചതിന് ശേഷം 2 കൊണ്ട് ഹരിക്കുക. അല്ലെങ്കിൽ മറ്റൊരു മാർഗമുണ്ട്, n/2നെ ആദ്യ സംഖ്യയുടെയും അവസാന സംഖ്യയുടെയും തുക കൊണ്ട് ഗുണിക്കുക. ഇവിടെ നമുക്ക് ആദ്യത്തെ രീതി എടുക്കാം. അതായത് n × n+1/2. ഇവിടെ നമ്മളോട് 1 മുതൽ 50 വരെയുള്ള എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് അറിയാം n സമം 50. അടുത്തതായി നമ്മൾ ചെയ്യുന്നത്, നമുക്ക് കിട്ടിയ n-ന്റെ വില നമ്മൾ സമവാക്യത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നു. അപ്പോൾ നമുക്ക് 50 × 51/2 എന്ന് കിട്ടും. അവിടെ നമ്മൾ 50നെയും 2നെയും തമ്മിൽ വെട്ടുമ്പോൾ നമുക്ക് 25 × 51 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് 25നെ 51 കൊണ്ട് ഗുണിക്കണം.
ഇവിടെ നിങ്ങൾ ഗുണിച്ചു നോക്കി ബുദ്ധിമുട്ടണ്ട. ഏതൊരു സംഖ്യയും 25 കൊണ്ട് എങ്ങനെ എളുപ്പത്തിൽ ഗുണിക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. ശ്രദ്ധിക്കുക, ഒരു ഉദാഹരണത്തിലൂടെയാണ് കാണിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്ന ഉദാഹരണം ശ്രദ്ധിക്കുക. 16 ഗുണം 25. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് 16നെ 4 കൊണ്ട് ഹരിക്കണം. അപ്പോൾ നമുക്ക് 4 എന്ന് കിട്ടും. ഈ കിട്ടുന്ന 4നെ 100 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ നമുക്ക് ഉത്തരം 400 എന്ന് കിട്ടും. അതായത് ഇവിടെ 16നെ 4 കൊണ്ട് നിശേഷം ഹരിക്കാം. അതുകൊണ്ട് നമ്മൾ അവിടെ 4നെ 100 കൊണ്ട് ഗുണിച്ച് 400 എന്ന് എഴുതി. അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 25 കൊണ്ട് ഗുണിക്കാൻ വരുന്ന സംഖ്യ 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ അതിനെ 4 കൊണ്ട് നിശേഷം ഹരിച്ചതിന് ശേഷം അതിൻ്റെ കൂടെ 100 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടുന്നതായിരിക്കും. ഇനിയും അങ്ങനെ അല്ലാത്ത സംഖ്യയാണ് വരുന്നതെങ്കിലോ, അതായത് 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റാത്ത സംഖ്യ, ഉദാഹരണത്തിന് ഇവിടെ തന്നിരിക്കുന്നു 17. 17നെ 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനത്തെ സംഖ്യകൾ വന്നാൽ 17നെ 4 കൊണ്ട് ഹരിക്കണം. അപ്പോൾ നമുക്ക് അവിടെ ശിഷ്ടം 1 എന്ന് കിട്ടും. ഇത്തരം സന്ദർഭങ്ങൾ വന്നാൽ 17നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ഹരണഫലം എടുക്കുക, അതിനെ 100 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമുക്ക് 400 എന്ന് കിട്ടും. അതിനുശേഷം നമ്മൾ നോക്കണം എത്ര ശിഷ്ടം വന്നിട്ടുണ്ട്. ശിഷ്ടം 1 വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അവിടെ 25 ഒരു പ്രാവശ്യം കൂട്ടണം. അതായത് 400ന്റെ കൂടെ 25 കൂട്ടുമ്പോൾ നമുക്ക് 425 എന്ന് കിട്ടും. ഇനി അവിടെ 18 വന്നിരുന്നെങ്കിൽ നമുക്കവിടെ ശിഷ്ടം 2 കിട്ടിയേനെ. അപ്പോൾ നമ്മൾ അവിടെ 25 2 പ്രാവശ്യം കൂട്ടണമായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ രീതി ഓർത്തിരിക്കണം. കാരണം ഇതിവിടെ പറഞ്ഞുതരാൻ കാരണം ഏതൊരു സംഖ്യ നമുക്ക് 25 കൊണ്ട് നിഷ്പ്രയാസം ഗുണിക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമുക്ക് ആ രീതി പ്രയോഗിച്ചാൽ 25 ഗുണം 51 എന്ന് പറയുമ്പോൾ 51നെ 4 കൊണ്ട് ഹരിക്കണം. അപ്പോൾ നമുക്ക് 12 എന്ന് കിട്ടും. 12നെ 100 കൊണ്ട് ഗുണിച്ചാൽ 1200 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് ശിഷ്ടം 3 വന്നിരിക്കുന്നത്. അതുകൊണ്ട് 25 3 പ്രാവശ്യം കൂട്ടണം. അതായത് 25 3 പ്രാവശ്യം എന്ന് പറയുമ്പോൾ 75 കിട്ടും. അപ്പോൾ നമുക്ക് 1200ന്റെ കൂടെ 75 കൂട്ടുമ്പോൾ 1275 എന്ന് കിട്ടും. ഇങ്ങനെ എളുപ്പം ചെയ്യാനുള്ള രീതി പറഞ്ഞുതരാൻ കാരണം നമ്മൾ കണക്ക് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് മത്സര പരീക്ഷകളിൽ നമ്മുടെ സമയം വളരെയധികം വിലപ്പെട്ടതാണ്. ഓരോ സെക്കൻഡ് നമ്മൾ എത്രത്തോളം ലാഭിക്കാൻ പഠിക്കുന്നു അത്രത്തോളം നമ്മുടെ വിജയം സുനിശ്ചിതമാണ്. അതുകൊണ്ടാണ് ഇവിടെ എളുപ്പമുള്ള രീതി കൂടി പറഞ്ഞു തന്നത്. ഈ രീതിയിലുള്ള കണക്കുകൾ നിങ്ങൾ ഏറെ ചെയ്തു നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് വളരെയധികം വേഗത്തിൽ കണക്കുകൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം 1275 എന്ന് കിട്ടി. അതായത് നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടി. നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി 1275. ഈ പറഞ്ഞ ചോദ്യവും ഉത്തരവും അതിന്റെ വിശദീകരണവും വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: ഒരു ക്ലാസ്സിൽ ആൺകുട്ടികളും പെൺകുട്ടികളും 8:5 എന്ന അംശബന്ധത്തിലാണ്. പെൺകുട്ടികളുടെ എണ്ണം 25 ആയാൽ ആകെ എത്ര കുട്ടികളുണ്ട്? ഓപ്ഷൻ എ 48, ഓപ്ഷൻ ബി 60, ഓപ്ഷൻ സി 65, ഓപ്ഷൻ ഡി 70. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന അംശബന്ധം നമ്മൾ എടുത്തെഴുതുന്നു. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും അംശബന്ധം, അതായത് B:G = 8:5. ഇവിടെ നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്നു പെൺകുട്ടികളുടെ എണ്ണം 25. അതായത് പെൺകുട്ടികളെ സൂചിപ്പിക്കുന്ന അംശബന്ധത്തിലെ സംഖ്യ 5 ആണ്. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നു അംശബന്ധത്തിലെ 5 എന്ന സംഖ്യ സൂചിപ്പിക്കുന്നത് 25നെയാണ്. അതായത് 5 25 ആയാൽ 1 നമുക്ക് 5 എന്നെടുക്കാം. കാരണം 5 25 ആണെങ്കിൽ നമുക്കറിയാം 1 കണ്ടുപിടിക്കാൻ 25നെ 5 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ നമുക്കിവിടെ 1 5 എന്ന് കിട്ടും. അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ആകെ കുട്ടികളുടെ എണ്ണമാണ് വേണ്ടത്. ഇവിടെ അംശബന്ധത്തിൽ ആൺകുട്ടികളെ സൂചിപ്പിക്കുന്ന സംഖ്യ 8ഉം പെൺകുട്ടികളെ സൂചിപ്പിക്കുന്ന സംഖ്യ 5ഉമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആകെ കുട്ടികളെ കാണാൻ 8ഉം 5ഉം തമ്മിൽ കൂട്ടുന്നു. അപ്പോൾ നമുക്ക് 13 എന്ന് കിട്ടും. 1 എന്ന സംഖ്യ സൂചിപ്പിക്കുന്നത് 5നെയാണ്. അപ്പോൾ 13 കാണാൻ 13നെ 5 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ നമുക്ക് 13 ഗുണം 5 65 എന്ന് കിട്ടും. അതായത് ഇവിടെ നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടി. നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി 65. ഇവിടെ വളരെയധികം എളുപ്പത്തിൽ ചെയ്യാനുള്ള മാർഗമാണ് പറഞ്ഞു തന്നത്. ഏവർക്കും വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: 15,000 രൂപ ബാങ്കിൽ സാധാരണ പലിശയ്ക്ക് നിക്ഷേപിക്കുന്നു. 2 വർഷം കൊണ്ട് 1650 രൂപ പലിശ ലഭിക്കുന്നുവെങ്കിൽ പലിശ നിരക്ക് എത്ര? ഓപ്ഷൻ എ 4.5%, ഓപ്ഷൻ ബി 5.5%, ഓപ്ഷൻ സി 6.5%, ഓപ്ഷൻ ഡി 7.5%. നമ്മൾ ചോദ്യം ശ്രദ്ധിക്കണം. ചോദ്യത്തിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുക. അതായത് ഇവിടെ തന്നിരിക്കുന്നു 2 വർഷത്തെ പലിശ 1650. അപ്പോൾ നമുക്ക് അവിടുന്ന് 1 വർഷത്തെ പലിശ എഴുതാം. അതായത് 1 വർഷത്തെ പലിശ സമം 825. കാരണം സാധാരണ പലിശയാണ്. അപ്പോൾ 2 വർഷത്തെ പലിശ 1650 കിട്ടുന്നുണ്ടെങ്കിൽ 1 വർഷത്തെ പലിശ കാണാൻ അതിന്റെ പകുതി എടുത്താൽ മതി. അപ്പോൾ നമുക്കിവിടെ 1 വർഷത്തെ പലിശ 825 എന്ന് കിട്ടി. അടുത്തതായി നമുക്ക് അറിയാവുന്ന ഒരു സമവാക്യമുണ്ട്. I = PNR / 100. അവിടുന്ന് നമുക്ക് R കാണാനുള്ള സമവാക്യം എഴുതാം. അതായത് R = I × 100 / PN. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന P 15,000 രൂപയാണ്.
ഇവിടെ നമ്മൾ n എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ ഒരു വർഷത്തെ പലിശയാണ് 825 രൂപ എന്ന് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ നമ്മുടെ n 1 ആണ്. i നമുക്കറിയാം 825 രൂപ. അടുത്തതായി നമ്മൾ r കാണാൻ, അതായത് പലിശ നിരക്ക് കാണാൻ വേണ്ടി തന്നിരിക്കുന്ന വിലകളെ സമവാക്യത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നു. അപ്പോൾ നമുക്ക് r സമം 825 ഗുണം 100 ഭാഗം 15000 ഗുണം 1 എന്ന് കിട്ടും. ഇവിടുന്ന് നമ്മൾ അടുത്തതായി വെട്ടിക്കളയാനുള്ള പൂജ്യമെല്ലാം വെട്ടിക്കളഞ്ഞ് എഴുതുമ്പോൾ നമുക്ക് 825 ഭാഗം 150 എന്ന് കിട്ടും. അവിടുന്ന് നമുക്ക് 825ഉം 15 തമ്മിൽ വെട്ടിപ്പോകുമ്പോൾ 55 എന്ന് കിട്ടും. 55നെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 5.5 എന്ന് കിട്ടും. അതായത് ഇവിടെ നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടി. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി 5.5%. ഈ പറഞ്ഞത് വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്, ശ്രദ്ധിക്കുക. 6 സെന്റിമീറ്റർ വ്യാസമുള്ള ഒരു ഗോളം ഉരുക്കി 12 സെന്റിമീറ്റർ പാദവ്യാസമുള്ള വൃത്തസ്തൂപിക നിർമ്മിച്ചാൽ വൃത്തസ്തൂപികയുടെ ഉയരമെന്ത്? ഓപ്ഷൻ എ 3, ഓപ്ഷൻ ബി 4, ഓപ്ഷൻ സി 5, ഓപ്ഷൻ ഡി 6. ഇവിടെ നമ്മളോട് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് 6 സെന്റിമീറ്റർ വ്യാസമുള്ള ഒരു ഗോളം ഉരുക്കിയിട്ടാണ് 12 സെന്റിമീറ്റർ പാദവ്യാസമുള്ള ഒരു വൃത്തസ്തൂപിക നിർമ്മിച്ചിരിക്കുന്നത്. അതായത് 6 സെന്റിമീറ്റർ വ്യാസമുള്ള ഗോളത്തിന്റെ അതേ വ്യാപ്തം തന്നെ ആയിരിക്കും ഈ പുതുതായി നിർമ്മിച്ച 12 സെന്റിമീറ്റർ പാദവ്യാസമുള്ള വൃത്തസ്തൂപികയ്ക്കും ഉള്ളത്. അപ്പോൾ നമുക്ക് എഴുതാം, ഗോളത്തിന്റെ വ്യാപ്തവും വൃത്തസ്തൂപികയുടെ വ്യാപ്തവും തുല്യമായിരിക്കും. അടുത്തതായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഗോളത്തിന്റെ വ്യാപ്തം കണ്ടുപിടിക്കാനുള്ള സമവാക്യവും വൃത്തസ്തൂപികയുടെ വ്യാപ്തം കണ്ടുപിടിക്കാനുള്ള സമവാക്യവുമാണ്. അത് യഥാക്രമം ഇങ്ങനെയാണ്. ഗോളത്തിന്റെ വ്യാപ്തം കാണാനുള്ള സമവാക്യം 4/3 πr ക്യൂബും വൃത്തസ്തൂപികയുടെ വ്യാപ്തം കാണാനുള്ള സമവാക്യം 1/3 πr² h-ഉമാണ്. ഇവിടെ വ്യാപ്തം തുല്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ട് ഇവ രണ്ടും സമത്തിന്റെ ഇരുവശവും നമ്മൾ എഴുതുന്നു. അടുത്തതായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഗോളത്തിന്റെ വ്യാസം 6 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ആരം പകുതി 3 സെന്റിമീറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ വൃത്തസ്തൂപികയുടെ പാദവ്യാസം 12 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നു. അവിടെ അപ്പോൾ ആരം 6 സെന്റിമീറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ അടുത്ത സ്റ്റെപ്പിന് മുൻപായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇവിടെ സമത്തിന് ഇരുവശവുമുള്ള പൈയും പൈയും പരസ്പരം വെട്ടിപ്പോകും. അതുപോലെ തന്നെ 1/3ഉം 1/3ഉം വെട്ടിപ്പോകും. പിന്നീട് നമുക്കുള്ളത് 4r ക്യൂബും r² h-ഉമാണ്. ഇവയിലേക്ക് നമ്മൾ നമ്മുടെ വില യഥാക്രമം ഇട്ടുകൊടുക്കുമ്പോൾ നമുക്ക് 4 ഗുണം 3 ഗുണം 3 ഗുണം 3 സമം 6 ഗുണം 6 ഗുണം h എന്ന് കിട്ടും. അടുത്തതായി നമ്മൾ h-നെ സമത്തിന്റെ ഒരു വശത്തേക്കും സംഖ്യകളെ സമത്തിന്റെ എതിർവശത്തേക്കും കൊണ്ടുപോകുന്നു. അപ്പോൾ നമുക്ക് എഴുതാം h സമം 4 ഗുണം 3 ഗുണം 3 ഗുണം 3 ഭാഗം 6 ഗുണം 6. അവിടുന്ന് അംശത്തിലെയും ഛേദത്തിലെയും സംഖ്യകൾ പരസ്പരം വെട്ടിപ്പോകുന്നു. അതിനുശേഷം നമുക്ക് കിട്ടും h സമം 3. അതായത് ഇവിടെ നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടി. നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ 3. ഈ പറഞ്ഞത് വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്, ശ്രദ്ധിക്കുക. രാജുവിന് ഒരു തോട്ടം കിളയ്ക്കുന്നതിന് 20 മിനിറ്റ് വേണം. ബിജുവിന് ഇതേ ജോലി ചെയ്യാൻ 25 മിനിറ്റ് വേണം. ഇരുവരും ഒന്നിച്ച് ജോലി തുടങ്ങിയെങ്കിലും കുറച്ച് സമയത്തിനു ശേഷം രാജു ജോലി മതിയാക്കി പോയി. ബിജു ജോലി തുടർന്നു. ആകെ 15 മിനിറ്റ് കൊണ്ട് പണി പൂർത്തിയാക്കി. എങ്കിൽ ബിജു എത്ര സമയം തനിച്ച് ജോലി ചെയ്തു? ഓപ്ഷൻ എ 5 മിനിറ്റ്, ഓപ്ഷൻ ബി 6 മിനിറ്റ്, ഓപ്ഷൻ സി 7 മിനിറ്റ്, ഓപ്ഷൻ ഡി 8 മിനിറ്റ്. ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ അതിന്റെ ഉത്തരത്തിലേക്ക് എങ്ങനെ എത്താമെന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. ശ്രദ്ധിക്കുക. ഇവിടെ ചോദ്യം ശരിക്കും വായിച്ചു നോക്കുക. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് എഴുതാം. രാജുവിന് ഒരു തോട്ടം കിളയ്ക്കാൻ, അതായത് ഒരു ജോലി ചെയ്യാൻ 20 മിനിറ്റ് വേണം. ബിജുവിന് അതേ ജോലി ചെയ്യാൻ 25 മിനിറ്റ് വേണം. അതായത് ഇവിടെ രാജുവിന് നേരെ 20 എന്നും ബിജുവിന് നേരെ 25 എന്നും നമ്മൾ എഴുതി. അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് ആകെ ജോലി കണ്ടുപിടിക്കണം. ആകെ ജോലി കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് 20ന്റെയും 25ന്റെയും ലസാഗു എടുക്കണം. അതായത് 20ന്റെയും 25ന്റെയും ലസാഗു എടുക്കുമ്പോൾ നമുക്ക് 100 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എഴുതാം ആകെ ജോലി 100. അടുത്തതായി നമ്മൾ അറിഞ്ഞിരിക്കണം രാജുവിന് ഒരു ജോലി, അതായത് ഇവിടുത്തെ ജോലി 100 ആണ്. ഈ 100 ജോലി ചെയ്യാൻ 20 മിനിറ്റ് വേണം. ബിജുവിന് ഈ 100 ജോലി ചെയ്യാൻ 25 മിനിറ്റും വേണം. അപ്പോൾ അടുത്തതായി നമ്മൾ രാജു 1 മിനിറ്റ് കൊണ്ട് ചെയ്യുന്ന ജോലി കണ്ടുപിടിക്കുന്നു. അതായത് 100നെ 20 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 5 എന്ന് കിട്ടും. അതാണ് രാജുവിന്റെ എഫിഷ്യൻസി. അതായത് രാജു 1 മിനിറ്റ് കൊണ്ട് ചെയ്യുന്ന ജോലി 5. അടുത്തതായിട്ട് നമുക്കറിയാം ബിജുവിന് 100 ജോലി ചെയ്യാൻ 25 മിനിറ്റ് വേണം. അപ്പോൾ ബിജു 1 മിനിറ്റ് കൊണ്ട് ചെയ്യുന്ന ജോലി കണ്ടുപിടിക്കാൻ 100നെ 25 കൊണ്ട് ഹരിക്കണം. അപ്പോൾ നമുക്ക് 4 എന്ന് കിട്ടും. അതാണ് ബിജുവിന്റെ എഫിഷ്യൻസി. അതായത് 100 ജോലിയിൽ ബിജു 1 മിനിറ്റ് കൊണ്ട് ചെയ്യുന്ന ജോലി 4 ആണ്. അടുത്തതായിട്ട് നമ്മളോട് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. രണ്ടുപേരും ഒരുമിച്ച് കുറച്ചു നേരം ജോലി ചെയ്തു. 15 മിനിറ്റും ജോലി ചെയ്തപ്പോൾ രണ്ടുപേരും 15 മിനിറ്റ് ഒരുമിച്ച് ജോലി ചെയ്തിട്ടില്ല. എന്നാൽ ആ 15 മിനിറ്റിൽ കുറച്ചു നേരം എപ്പോഴും അവർ ഒരുമിച്ച് ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും നേരം അവർ ഒരുമിച്ച് ജോലി ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരുമിച്ച് അത്രയും ജോലി തീർന്നിട്ടുമുണ്ട്. അപ്പോൾ അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് 1 മിനിറ്റിൽ അവർ ഒരുമിച്ച് ചെയ്ത ജോലി എത്രയാണോ അത് കണ്ടുപിടിക്കണം. അപ്പോൾ 1 മിനിറ്റിൽ അവർ ഇരുവരും ചേർന്ന് ചെയ്ത ജോലി കണ്ടുപിടിക്കാൻ 1 മിനിറ്റിൽ രാജു ചെയ്ത ജോലിയായിട്ടുള്ള 5നെ 1 മിനിറ്റിൽ ബിജു ചെയ്ത ജോലിയായിട്ടുള്ള 4ന്റെ കൂടെ കൂട്ടുന്നു. അപ്പോൾ നമുക്ക് 9 എന്ന് കിട്ടും.
അതായത് ബിജുവും രാജുവും 1 മിനിറ്റിൽ ഒരുമിച്ച് ചെയ്ത ജോലി 9 ആണ്. ഇനി പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായി ശ്രദ്ധിക്കുക. ഇവിടെ നമ്മളോട് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് 15 മിനിറ്റ് കൊണ്ട് ജോലി തീർന്നു. അതായത് ഈ 100 ജോലി എന്ന് പറയുന്നത് 15 മിനിറ്റ് കൊണ്ട് തീർന്നു. അതിൽ കുറച്ചു നേരം അവർ ഒരുമിച്ചും ജോലി ചെയ്തു, പിന്നീട് ബിജു തനിച്ചും ജോലി ചെയ്തു. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ബിജു തനിച്ച് ജോലി ചെയ്ത സമയമാണ്. ഇവിടെ നമ്മൾ എല്ലാ കാര്യങ്ങളും വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. ആകെ ജോലി നമുക്ക് കിട്ടിയിട്ടുണ്ട് 100. രണ്ടുപേരും ഒരുമിച്ച് 1 മിനിറ്റിൽ ചെയ്ത ജോലി 9. അപ്പോൾ അടുത്തതായി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ബിജുവും രാജുവും 15 മിനിറ്റ് ജോലി ചെയ്തിരുന്നെങ്കിൽ അവർ ചെയ്യുന്ന ജോലി എത്രയായിരിക്കും? കാര്യം 1 മിനിറ്റിൽ അവർ 9 ചെയ്യുമല്ലോ. അപ്പോൾ 15 മിനിറ്റിൽ എത്രയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നു. അതിനുവേണ്ടി നമ്മൾ 15നെ 9 കൊണ്ട് ഗുണിക്കുന്നു. കാരണം 1 മിനിറ്റിൽ ചെയ്യുന്ന ജോലിയാണ് 9. 15 മിനിറ്റിൽ ചെയ്യുന്ന ജോലി കാണാൻ 15നെ 9 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ നമുക്ക് 135 എന്ന് കിട്ടും. അതായത് ഇവിടെ ജോലി ആകെ 100 ഉള്ളൂ. എന്നാൽ രണ്ടുപേരും കൂടി 15 മിനിറ്റ് ചെയ്തിരുന്നെങ്കിൽ മൊത്തം ജോലി 135 അവർ ചെയ്തേനെ. അപ്പോൾ ഇവിടെ 135ൽ നിന്നും 35 ജോലി മാറ്റണം. കാരണം ആ 35 എന്ന ജോലി രാജു ചെയ്യുന്നതാണ്. ഇവിടെ രാജുവിന്റെ ജോലി ഒഴിച്ചാൽ 15 മിനിറ്റ് കൊണ്ട് 100 ജോലി തീർന്നിട്ടുണ്ട്. അപ്പോൾ അടുത്തതായി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഈ 35 ജോലി ചെയ്യാൻ രാജു എത്ര സമയം എടുക്കും എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം 1 മിനിറ്റ് കൊണ്ട് രാജു ചെയ്യുന്ന ജോലി 5 ആണ്. അപ്പോൾ 35 ജോലി ചെയ്യാൻ രാജു എത്ര മിനിറ്റ് എടുക്കുമെന്ന് അറിയാൻ 35നെ 5 കൊണ്ട് ഹരിക്കണം. അപ്പോൾ നമുക്ക് 7 എന്ന് കിട്ടും. അതായത് 7 മിനിറ്റ് ആണ് രാജു 35 ജോലി ചെയ്യാൻ എടുക്കേണ്ടിയിരുന്നത്. എന്നാൽ ഇവിടെ ആ 7 മിനിറ്റ് രാജു ജോലി ചെയ്യാതെ മാറിയപ്പോൾ ആ 7 മിനിറ്റ് കൂടി ആരാണ് ജോലി ചെയ്തത്? ബിജു ആണ് ജോലി ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ പറയാം രാജുവിന്റെ ഭാഗമായിട്ടുള്ള 35 ജോലി ചെയ്ത സമയം 7 മിനിറ്റ് ആണ്. ആ 7 മിനിറ്റ് ജോലി ചെയ്തത് ബിജു ആണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടി. നമ്മുടെ ഉത്തരം 7. ഈ പറഞ്ഞത് വ്യക്തമായി മനസ്സിലാക്കണം. ഇവിടെ ശരിക്ക് ചിന്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കൂ. ഇവിടെ ഈ പറഞ്ഞ കൺസെപ്റ്റ് വ്യക്തമായി മനസ്സിലാക്കണം. ഇത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചാൽ നിങ്ങൾക്ക് ജോലിയും സമയവും എന്ന പാഠഭാഗത്ത് നിന്നും ഏതൊരു ചോദ്യം വന്നാലും വളരെയധികം വേഗത്തിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. വളരെ എളുപ്പമാണ്. ഞാൻ പറഞ്ഞപ്പോൾ വളരെയധികം വിശദമായി പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് വളരെ വിശദമായി പറഞ്ഞു തന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടുന്നതാണ്. നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി 7 മിനിറ്റ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്, ശ്രദ്ധിക്കുക. ഒരു ക്ലാസ്സിൽ അനന്തുവിന്റെ റാങ്ക് മുൻപിൽ നിന്നും 17ാമതും പുറകിൽ നിന്നും 28ാമതുമാണ്. ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം എത്ര? ഓപ്ഷൻ എ 44, ഓപ്ഷൻ ബി 45, ഓപ്ഷൻ സി 43, ഓപ്ഷൻ ഡി 46. ഇത്തരം ചോദ്യങ്ങൾ വന്നാൽ, അതായത് ഒരാളുടെ തന്നെ മുൻപിലെയും പിൻപിലെയും റാങ്കുകൾ തന്നാൽ നമുക്ക് അവിടെ ഉത്തരം കണ്ടെത്താനുള്ള രീതി ഇതാണ്. അതായത് ഈ തന്നിരിക്കുന്ന മുൻപിലെയും പിൻപിലെയും റാങ്കുകൾ തമ്മിൽ കൂട്ടുക, അതിൽ നിന്നും 1 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടുന്നതാണ്. അതായത് ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന മുൻപിലെ റാങ്ക് 17, പിൻപിലെ റാങ്ക് 28. നമ്മൾ 17നെയും 28നെയും തമ്മിൽ കൂട്ടുന്നു, അതിൽ നിന്നും 1 കുറയ്ക്കുന്നു. അപ്പോൾ നമുക്ക് 44 എന്ന് കിട്ടും. അതായത് ഈ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് കിട്ടി. നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ 44. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം ഇതാണ്. 203ന്റെ വർഗത്തിൽ നിന്നും 197ന്റെ വർഗം കുറച്ചാൽ കിട്ടുന്ന വില എന്ത്? ഓപ്ഷൻ എ 1200, ഓപ്ഷൻ ബി 400, ഓപ്ഷൻ സി 1400, ഓപ്ഷൻ ഡി 2400. ആദ്യം നമുക്ക് ചോദ്യം എടുത്ത് എഴുതാം. 203ന്റെ സ്ക്വയർ മൈനസ് 197ന്റെ സ്ക്വയർ. ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമുക്ക് ഉത്തരം കണ്ടെത്താനുള്ള രീതി വളരെയധികം എളുപ്പമാണ്. അതായത് ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു സമവാക്യമുണ്ട്. a മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി സമം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇവിടെ നമുക്ക് എ 203 എന്നും ബി 197 എന്നും എടുക്കാം. അപ്പോൾ നമുക്ക് എഴുതാം 203ന്റെ സ്ക്വയർ മൈനസ് 197ന്റെ സ്ക്വയർ സമം 203 അധികം 197 ഗുണം 203 മൈനസ് 197. അപ്പോൾ നമുക്ക് 203 197 തമ്മിൽ കൂട്ടുമ്പോൾ 400 എന്ന് കിട്ടും. 203ൽ നിന്ന് 197 കുറയ്ക്കുമ്പോൾ നമുക്ക് 6 എന്ന് കിട്ടും. അതായത് 400 ഗുണം 6 2400 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടും. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി 2400. വളരെയധികം എളുപ്പത്തിൽ തന്നെ ഇത്തരം ചോദ്യങ്ങളുടെ ഉത്തരം നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അതിനായി ഈ സമവാക്യം കൃത്യമായി ഓർത്തിരിക്കുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്, ശ്രദ്ധിക്കുക. 1ൽ 7/4 അധികം 7ൽ 3/1 അധികം 3ൽ 5/3 സമം ഓപ്ഷൻ എ 21/105, ഓപ്ഷൻ ബി 8/105, ഓപ്ഷൻ സി 25/105, ഓപ്ഷൻ ഡി 1313/105. ഇവിടെ നമ്മളോട് വിഷമഭിന്നത്തിലുള്ള സംഖ്യകൾ തന്നിട്ട് അവ തമ്മിൽ കൂട്ടാനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ എഴുതണം 1ഉം 7/4 അധികം 7ഉം 3/1 അധികം 3ഉം 5/3. ഇവിടെ നിന്നും നമ്മൾ നോർമൽ സംഖ്യകളെയും ഫ്രാക്ഷൻ സംഖ്യകളെയും മാറ്റി എഴുതുന്നു. അതായത് 1 അധികം 7 അധികം 3 അധികം 7/4 അധികം 3/1 അധികം 5/3.
ഇവിടെ നമ്മൾ 7 1 8 8 3 11 കിട്ടും. അടുത്തതായിട്ട് നമ്മൾ ഈ 11ന്റെ കൂടെ 7ൽ 3 കൂട്ടുക, അതിന്റെ കൂടെ 3ൽ 1 കൂട്ടുക, അതിന്റെ കൂടെ 5ൽ 3 കൂട്ടുക. ഇതിനായി നമ്മൾ LCM അറിഞ്ഞിരിക്കണം. അതായത് നമുക്ക് 7ന്റെയും 3ന്റെയും 5ന്റെയും ലസാഗു 105 എന്ന് കിട്ടും. അടുത്തതായിട്ട് നമ്മൾ ഒന്നും ചെയ്യണ്ട, ഇത്രയും ചെയ്തു വെക്കുക. അവിടെ നമുക്ക് 4 ഓപ്ഷനുകൾ തന്നിട്ടുണ്ട്. ഈ ഓപ്ഷനിൽ ശ്രദ്ധിക്കണം. ഓപ്ഷൻ എയിൽ നമുക്ക് 21/105 എന്ന് തന്നിരിക്കുന്നു. ഉറപ്പായിട്ടും ഇവിടെ നമുക്ക് കിട്ടിയ ക്രിയ പൂർണ്ണമായും നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 21/105 ഒരിക്കലും ആയിരിക്കില്ല. അതിനേക്കാളും വലിയൊരു സംഖ്യ ആയിരിക്കും വരുന്നത്. അടുത്തത് ഓപ്ഷൻ ബി എടുത്താലും 8/105 അല്ല ഒരിക്കലും വരുന്നത്. സി എടുത്താലും 25/105 അല്ല ഒരിക്കലും വരുന്നത് എന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ സാധിക്കുന്നതാണ്. കാരണം നിങ്ങൾ ഭിന്നസംഖ്യ ഉപയോഗിച്ചിട്ടുള്ള കണക്കുകൾ ചെയ്തിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം ഇവിടെ 105 ലസാഗുവായിട്ട് വരുന്നത് കൊണ്ടും 11 വരുന്നത് കൊണ്ടും അധിക ചിഹ്നങ്ങൾ വരുന്നത് കൊണ്ടും നമുക്ക് ഉറപ്പായിട്ടും പറയാം നമ്മുടെ സംഖ്യ ഒരു വലിയ സംഖ്യ തന്നെയായിരിക്കും. അങ്ങനെ നമുക്ക് നോക്കുമ്പോൾ ഓപ്ഷൻ ഡി നമ്മുടെ കയ്യിലുണ്ട്, 1313/105. ഇവിടെ നമുക്ക് ഉറപ്പാക്കാവുന്നതാണ് നമ്മുടെ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം, അതായത് 1313/105. ഇവിടെ ഞാനിത് ഇത്ര ഉറപ്പായിട്ടാണ് പറയുന്നത്. എന്നാൽ ഓപ്ഷനിൽ ഇവയൊന്നുമല്ല എന്നാണ് വന്നിരുന്നെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും തന്നിരിക്കുന്ന ക്രിയ പൂർണ്ണമായിട്ടും ചെയ്തു നോക്കേണ്ടി വന്നേനെ. ഇവിടെ നമുക്ക് ഓപ്ഷനിൽ 4 ഉത്തരങ്ങളും തന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഉറപ്പായിട്ട് പറയാൻ സാധിക്കുന്നതാണ് തന്നിരിക്കുന്നതിൽ വലിയ സംഖ്യ 1313/105 ആണ്. ഉറപ്പായിട്ടും അത് തന്നെയായിരിക്കും നമ്മുടെ ഉത്തരം. ഇവിടെ ബാക്കി സംഖ്യകൾ ശ്രദ്ധിക്കണം. 21ഉം 8ഉം 25ഉം ആണ് അംശത്തിൽ വന്നിരിക്കുന്നത്. എന്നാൽ ഓപ്ഷൻ സി 1300/105 വന്നിരുന്നെങ്കിൽ നമ്മൾ ഇവിടെ കണക്ക് ചെയ്ത് നോക്കേണ്ടി വന്നേനെ. അത് നമ്മുടെ യുക്തിപൂർവ്വമുള്ള തീരുമാനമായിരിക്കും നമ്മുടെ ഉത്തരത്തിലേക്ക് എത്തിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഇവിടെ നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടി. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി 1313/105. ഈ പറഞ്ഞത് വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ശ്രദ്ധിക്കുക. ചോദ്യം ഇതാണ്: 10 25 46 73 106 ഡാഷ് ശ്രേണിയിലെ അടുത്ത പദം ഏത്? ഓപ്ഷൻ എ 141, ഓപ്ഷൻ ബി 145, ഓപ്ഷൻ സി 147, ഓപ്ഷൻ ഡി 151. ഇവിടെ നമുക്കൊരു സംഖ്യാശ്രേണി തന്നിട്ടുണ്ട്. ആ ശ്രേണിയിലെ അടുത്ത പദം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം ഈ സംഖ്യകൾ എടുത്ത് എഴുതുക. അതായത് 10 25 46 73 106. അപ്പോൾ ഇവിടെ നമ്മൾ അടുത്ത സംഖ്യ കണ്ടുപിടിക്കാൻ പോവുകയാണ്. നമുക്ക് തന്നിരിക്കുന്ന ഈ ശ്രേണിയിലെ സംഖ്യകൾ തമ്മിലുള്ള ബന്ധം കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത സംഖ്യ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റൂ. അതിനുവേണ്ടി ആദ്യം നമ്മൾ നമുക്ക് തന്നിരിക്കുന്ന ശ്രേണിയിലെ ആദ്യ സംഖ്യയായിട്ടുള്ള 10ഉം രണ്ടാം സംഖ്യയായിട്ടുള്ള 25 തമ്മിലുള്ള വ്യത്യാസം എടുക്കുന്നു. അപ്പോൾ നമുക്ക് 15 എന്ന് കിട്ടും. അടുത്തതായി നമ്മൾ 25ഉം 46 തമ്മിലുള്ള വ്യത്യാസം എടുക്കുന്നു. അപ്പോൾ നമുക്ക് 21 എന്ന് കിട്ടും. അടുത്തതായി നമ്മൾ 46ഉം 73ഉം തമ്മിലുള്ള വ്യത്യാസം എടുക്കുമ്പോൾ 27 എന്നും, അടുത്തതായിട്ട് നമ്മൾ 73ഉം 106ഉം തമ്മിലുള്ള വ്യത്യാസം എടുക്കുന്നു. അപ്പോൾ നമുക്ക് 33 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് ശ്രേണിയിലെ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം കിട്ടി. 15, 21, 27, 33. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നതാണ് 15ന്റെ കൂടെ 6 കൂട്ടുമ്പോൾ 21 കിട്ടും. 21ന്റെ കൂടെ 6 കൂട്ടുമ്പോൾ 27 കിട്ടും. 27ന്റെ കൂടെ 6 കൂട്ടുമ്പോൾ 33 കിട്ടും. അപ്പോൾ അടുത്ത സംഖ്യ കിട്ടാൻ 33ന്റെ കൂടെ 6 കൂട്ടണം. അതായത് ഈ കിട്ടിയ 39നെ 106ന്റെ കൂടെ കൂട്ടുക. അപ്പോൾ 39 106ന്റെ കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 145 എന്ന് കിട്ടും. അതായത് തന്നിരിക്കുന്ന ശ്രേണിയിലെ അടുത്ത സംഖ്യയാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന 145. അപ്പോൾ നമുക്ക് പറയാം നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടി. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി 145. ഈ ചോദ്യത്തിന്റെ ഉത്തരം എങ്ങനെ കണ്ടെത്താമെന്നുള്ളത് വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: എ ബിയുടെ മകളാണ്, ബി സിയുടെ അമ്മയും, ഡി സിയുടെ സഹോദരനും എങ്കിൽ ഡിക്ക് എയുമായുള്ള ബന്ധം എന്ത്? ഓപ്ഷൻ എ അച്ഛൻ, ഓപ്ഷൻ ബി അപ്പൂപ്പൻ, ഓപ്ഷൻ സി സഹോദരൻ, ഓപ്ഷൻ ഡി മകൻ. ഇവിടെ ഇങ്ങനൊരു ചോദ്യം വന്നാൽ എങ്ങനെ ഉത്തരം കണ്ടെത്താമെന്ന് പറഞ്ഞു തരുന്നു. ശ്രദ്ധിക്കുക. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നു എ ബിയുടെ മകളാണ്, ബി സിയുടെ അമ്മയും. അപ്പോൾ നമുക്ക് ആദ്യം ബി എ എടുക്കാം. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നു ബിയുടെ മകളാണ് എ. അപ്പോൾ എ എഴുതി നമ്മൾ അതിന് മുകളിലായിട്ട് ഒരു ചെറിയ മൈനസ് ചിഹ്നം കൊടുക്കുന്നു. കാരണം അത് മകളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊരു പെൺകുട്ടിയാണെന്ന് കാണിക്കാനാണ് നമ്മൾ അവിടെ മൈനസ് ചിഹ്നം കൊടുത്തിരിക്കുന്നത്. അടുത്തതായി ചോദ്യം വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നതാണ് സിയുടെ അമ്മയും ബി ആണ്. അതായത് സി അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്ന എയുടെ, അതായത് പെൺകുട്ടിയായിട്ടുള്ള എയുടെ സഹോദരനോ സഹോദരിയോ ആകാം. അപ്പോൾ സി ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ അവിടെ സി എന്ന് മാത്രം എഴുതുന്നു. അടുത്തതായി വീണ്ടും ചോദ്യം നോക്കുക. ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നു ഡി സിയുടെ സഹോദരനാണ്.
അതായത് ഡി സിയുടെ സഹോദരൻ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ബന്ധം കാണിക്കാം. ഡിയും സിയും തമ്മിലുള്ള ബന്ധം ഡി സഹോദരനാണ്. അപ്പോൾ സഹോദരൻ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാകും ഡി ഒരു ആൺകുട്ടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ഒരു പ്ലസ് ചിഹ്നം ഇടുന്നു. അതായത് ഇപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയ ബന്ധം ഇങ്ങനെയാണ്. ബിയുടെ മകളാണ് എ, ബിയുടെ മകനാണ് ഡി. ബിയുടെ എന്താണ് സി എന്ന് നമുക്ക് അറിയില്ല. നമ്മുടെ ചോദ്യം എന്താണ്? ഡിയും എയും തമ്മിലുള്ള ബന്ധം എന്ത്? അതായത് ഇവിടെ നമുക്കറിയാം ഡി ബിയുടെ മകനാണ്, എ ബിയുടെ മകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡി എയുടെ സഹോദരനായിരിക്കും. അതായത് ഇവിടെ നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടി. നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി, സഹോദരൻ. ഈ പറഞ്ഞത് വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ശ്രദ്ധിക്കുക. കോഡ് ഭാഷയിൽ സ്ക്വാഡിനെ 5, 3, 6, 7, 8 എന്നെഴുതാം എങ്കിൽ ഗാർഡിനെ എങ്ങനെ എഴുതാം? ഓപ്ഷൻ എ 1, 7, 6, 8, 9. ഓപ്ഷൻ ബി 1, 7, 6, 9, 8. ഓപ്ഷൻ സി 2, 7, 6, 8, 9. ഓപ്ഷൻ ഡി 2, 6, 7, 9, 8. അതായത് ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു കോഡ് ഭാഷയിൽ സ്ക്വാഡിനെ എഴുതിയിരിക്കുന്നത് 5, 3, 6, 7, 8 എന്നാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് എഴുതി നോക്കാം. സ്ക്വാഡിന് താഴെ എഴുതിയിരിക്കുന്നു 5, 3, 6, 7, 8. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നതാണ് എസിന് താഴെ 5 വന്നിരിക്കുന്നു, ക്യൂവിന് താഴെ 3 വന്നിരിക്കുന്നു, യുവിന് താഴെ 6 വന്നിരിക്കുന്നു, എയ്ക്ക് താഴെ 7 വന്നിരിക്കുന്നു, ഡിക്ക് താഴെ 8 വന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്തതായി നോക്കേണ്ടത് ഈ തന്നിരിക്കുന്ന വാക്കിലെ അക്ഷരങ്ങളും തന്നിരിക്കുന്ന കോഡിലെ സംഖ്യകളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കണം. ഇവിടെ എസ് 5 എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ പരസ്പര ബന്ധം നോക്കണം. അതായത് ABCD എന്ന ആൽഫബറ്റ് ഓർഡറിൽ 5 എന്ന് പറയുന്ന സംഖ്യ എസുമായിട്ട് ഏതെങ്കിലും രീതിയിൽ ബന്ധം വരുന്നുണ്ടോ എന്ന് നോക്കണം. അതായത് അസെൻഡിങ് ഓർഡർ നോക്കണം, ഡിസെൻഡിങ് ഓർഡർ നോക്കണം. അങ്ങനെ പല പല ബന്ധങ്ങൾ എടുത്ത് മാറി മാറി നോക്കണം. ഇനി ഡി ആണോ 5നെ സൂചിപ്പിക്കുന്നത് നോക്കണം. അങ്ങനെ എല്ലാ തരത്തിലുള്ള ബന്ധങ്ങൾ നമ്മൾ നോക്കുന്നു. എന്നാൽ ഇങ്ങനെയുള്ള ബന്ധങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ ബന്ധത്തിനൊന്നുമല്ല ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ അടുത്തതായി നമുക്ക് പറയാനുള്ളത് ഇവിടെ അസൈൻ ചെയ്തിരിക്കുകയാണ്. അതായത് വാക്കിലെ ഓരോ അക്ഷരത്തിനും ഓരോ സംഖ്യ അസൈൻ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചേ, എസ് എന്ന് പറയുന്നത് 5 ആണ്, ക്യൂ എന്ന് പറയുന്നത് 3 ആണ്, യു എന്ന് പറയുന്നത് 6 ആണ്, എ എന്ന് പറയുന്നത് 7 ആണ്, ഡി എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് കണ്ടുപിടിക്കേണ്ട വാക്ക് ഗാർഡ് ആണ്. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഗാർഡിനകത്തിൽ സ്ക്വാഡിനകത്തുള്ള 3 അക്ഷരങ്ങൾ അതുപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം. ഗാർഡിലെ യുവിനെ സൂചിപ്പിക്കുന്ന സംഖ്യ 6, എയെ സൂചിപ്പിക്കുന്ന സംഖ്യ 7, ഡിയെ സൂചിപ്പിക്കുന്ന സംഖ്യ 8. അതായത് നമുക്ക് 6, 7, 8 എന്ന് കിട്ടി. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് 2 അക്ഷരങ്ങൾക്ക് പറ്റിയ സംഖ്യയാണ്. അതായത് ജിയും 6ഉം. അത് നമുക്ക് ഇല്ല. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഓപ്ഷനുകൾ നോക്കുക എന്നുള്ളതാണ്. ഓപ്ഷൻ എ എടുക്കുമ്പോൾ രണ്ടാമതായി വന്നിരിക്കുന്ന സംഖ്യ 7 ആണ്. എന്നാൽ നമുക്ക് വേണ്ട സംഖ്യ 6 ആണ്. അപ്പോൾ നമുക്കറിയാം ഓപ്ഷൻ അല്ല. ഓപ്ഷൻ ബി എടുത്താലും 7 ആണ് വന്നിരിക്കുന്നത്, അപ്പോൾ അതുമല്ല. ഓപ്ഷൻ സി എടുത്താലും രണ്ടാമത് വന്നിരിക്കുന്നത് 7 ആണ്, അപ്പോൾ അതുമല്ല. പിന്നീടുള്ളത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡിക്കകത്ത് നമുക്ക് നോക്കിയാൽ മനസ്സിലാകും രണ്ടാമത് വന്നിരിക്കുന്ന സംഖ്യ 6ഉം മൂന്നാമത് വന്നിരിക്കുന്ന സംഖ്യ 7ഉം അവസാനം വന്നിരിക്കുന്ന സംഖ്യ 8ഉമാണ്. അതായത് ഇവിടെ നമുക്ക് മനസ്സിലായി ഗാർഡിനെ സൂചിപ്പിക്കുന്ന കോഡ് 2, 6, 7, 9, 8. അപ്പോൾ നമുക്ക് പറയാം നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടി. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി 2, 6, 7, 9, 8. ഈ പറഞ്ഞത് വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം ഇതാണ്. ഒറ്റയാനെ കണ്ടെത്തുക. ഓപ്ഷൻ എ പച്ച, ഓപ്ഷൻ ബി മഞ്ഞ, ഓപ്ഷൻ സി നീല, ഓപ്ഷൻ ഡി ചുവപ്പ്. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണോ അത് കണ്ടെത്തുക എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും ഓപ്ഷൻ എ പച്ചയും ഓപ്ഷൻ സി നീലയും ഓപ്ഷൻ ഡി ചുവപ്പും പ്രാഥമിക വർണ്ണങ്ങളാണ്. അതായത് പ്രാഥമിക വർണ്ണങ്ങൾ ഓർക്കാൻ വേണ്ടി നമ്മൾ ചെറുതിലെ ഓർത്തിരുന്ന കോഡാണ് പനിച്ചു. അപ്പോൾ ഇവിടെ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും പച്ചയുണ്ട്, നീലയുണ്ട്, ചുവപ്പുണ്ട്. അപ്പോൾ കൂട്ടത്തിൽപ്പെടാത്തത് മഞ്ഞയാണ്. അതായത് നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടി. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി മഞ്ഞ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്. സമാന ബന്ധം കണ്ടെത്തുക. റെക്ടാങ്കിൾ, സ്ക്വയർ, എലിപ്സ്, ഡാഷ്. ഓപ്ഷൻ എ സർക്കിൾ, ഓപ്ഷൻ ബി സെന്റർ, ഓപ്ഷൻ സി ഡയമീറ്റർ, ഓപ്ഷൻ ഡി റേഡിയസ്. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നു റെക്ടാങ്കിളും സ്ക്വയറും. അതായത് റെക്ടാങ്കിളും സ്ക്വയറും ഒരേ വിഭാഗത്തിൽ പെടുന്നതാണ്. അടുത്തത് എലിപ്സ്. എലിപ്സിന്റെ കൂടെ നമുക്ക് ഓപ്ഷനിൽ തന്നിരിക്കുന്നത് സർക്കിൾ ഉണ്ട്, സെന്റർ ഉണ്ട്, ഡയമീറ്റർ ഉണ്ട്, റേഡിയസ് ഉണ്ട്. നമുക്കറിയാം എലിപ്സിന്റെ വിഭാഗത്തിൽ പെടുന്നത് സർക്കിൾ ആണ്. ബാക്കി തന്നിരിക്കുന്ന സെന്റർ, ഡയമീറ്റർ, റേഡിയസ് എന്നിവ ഒരു സർക്കിളിന്റെ ഭാഗങ്ങളാണ്. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ഉത്തരം കിട്ടി. നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ സർക്കിൾ. ഈ പറഞ്ഞ 2 ചോദ്യങ്ങളും വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ശ്രദ്ധിക്കുക. തന്നിരിക്കുന്ന വാക്യത്തിൽ ഗുണനചിഹ്നം അധിക ചിഹ്നത്തെയും അധിക ചിഹ്നം ഹരണചിഹ്നത്തെയും ന്യൂനചിഹ്നം ഗുണനചിഹ്നത്തെയും ഹരണചിഹ്നം ന്യൂനചിഹ്നത്തെയും സൂചിപ്പിക്കുന്നുവെങ്കിൽ 6 ഗുണം 4 ന്യൂനം 5 അധികം 2/1 വില എത്ര? ഓപ്ഷൻ എ 10, ഓപ്ഷൻ ബി 11, ഓപ്ഷൻ സി 12, ഓപ്ഷൻ ഡി 15.
അതായത് ഇവിടെ കൃത്യമായ ചിഹ്നങ്ങൾ തിരഞ്ഞെടുത്ത് ബോഡ്മാസ് നിയമപ്രകാരം ക്രിയ ചെയ്യാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യം എടുത്ത് എഴുതാം. 6 ഗുണം 4 ന്യൂനം 5 അധികം 2 ഭാഗം 1. ഇവിടെ നമുക്കറിയാം ഗുണനചിഹ്നം സൂചിപ്പിക്കുന്നത് അധികത്തെയാണ്, അധിക ചിഹ്നം സൂചിപ്പിക്കുന്നത് ഹരണചിഹ്നത്തെയാണ്, ന്യൂനചിഹ്നം സൂചിപ്പിക്കുന്നത് ഗുണനചിഹ്നത്തെയും ഹരണചിഹ്നം സൂചിപ്പിക്കുന്നത് ന്യൂനചിഹ്നത്തെയുമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ചിഹ്നങ്ങളെ നമുക്ക് തന്നിരിക്കുന്ന സമവാക്യത്തിലേക്ക് ഇട്ടുകൊടുത്താൽ നമുക്ക് കിട്ടും 6 അധികം 4 ഗുണം 5 ഭാഗം 2 ന്യൂനം 1. അവിടുന്ന് നമുക്ക് 6 അധികം 10 ന്യൂനം 1 എന്ന് കിട്ടും. ഇവിടെ നമ്മൾ ബോഡ്മാസ് നിയമം അനുസരിച്ചാണ് ക്രിയ ചെയ്തിരിക്കുന്നത്. ക്രിയ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 15 ആണ്. അതായത് ഇവിടെ നമുക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടി. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി 15. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ശ്രദ്ധിക്കുക. ക്ലോക്കിൽ 10 മണിയാകുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും നിർണ്ണയിക്കുന്ന കോൺ എത്ര? ഓപ്ഷൻ എ 60 ഡിഗ്രി, ഓപ്ഷൻ ബി 120 ഡിഗ്രി, ഓപ്ഷൻ സി 90 ഡിഗ്രി, ഓപ്ഷൻ ഡി 45 ഡിഗ്രി. ക്ലോക്ക് എന്ന പാഠഭാഗത്ത് നിന്നുള്ള ഒരു ചോദ്യമാണിത്. ഗുരുകുല ഭാരതത്തിന്റെ ക്ലാസ്സിൽ ക്ലോക്ക് എന്ന പാഠഭാഗം വിശദമായി തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ്. ക്ലോക്ക് എന്ന പാഠഭാഗത്തു നിന്നുമുള്ള ചോദ്യങ്ങൾ വന്നാൽ വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉത്തരം കണ്ടെത്താമെന്നുള്ളത് ക്ലോക്ക് എന്ന പാഠഭാഗത്ത് വിശദമായി പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇങ്ങനൊരു ചോദ്യം വന്നാൽ ഉത്തരം കണ്ടെത്താനുള്ള മാർഗം എന്താണെന്ന് നോക്കാം. കോണളവ് കാണാൻ 30h - 11m/2, അതായത് 30നെ തന്നിരിക്കുന്ന മണിക്കൂർ കൊണ്ട് ഗുണിക്കുക, അതിനുശേഷം 11/2നെ തന്നിരിക്കുന്ന മിനിറ്റ് കൊണ്ട് ഗുണിക്കുക. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 10 മണിയാണ്. അതായത് 10 മണി എന്ന് പറയുമ്പോൾ അവിടെ മണിക്കൂർ 10 ആണ്, മിനിറ്റ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എഴുതണം 30h - 11m/2 സമം 30 × 10 - 11 × 0/2. അതായത് ഇവിടെ നമ്മൾ 30നെ മണിക്കൂറായിട്ടുള്ള 10 കൊണ്ട് ഗുണിച്ചിരിക്കുന്നു, 11/2നെ മിനിറ്റ് ആയിട്ടുള്ള 0 കൊണ്ടാണ് ഗുണിച്ചിരിക്കുന്നത്. കാരണം ഇവിടെ 10 മണി ആയതുകൊണ്ട് തന്നെ മിനിറ്റ് ഒന്നുമില്ല, അതുകൊണ്ടാണ് നമ്മൾ അവിടെ 0 കൊണ്ട് ഗുണിച്ചത്. അപ്പോൾ നമ്മളിവിടെ 30നെ 10 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് 300 എന്ന് കിട്ടും. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വസ്തുതയുണ്ട്. അതായത് നമുക്ക് കിട്ടുന്ന കോണളവ് 180 ഡിഗ്രിയേക്കാൾ കൂടുതലാണെങ്കിൽ നമുക്ക് കിട്ടിയ കോണളവിനെ 360 ഡിഗ്രിയിൽ നിന്നും കുറയ്ക്കണം. ഇവിടെ നമുക്ക് കിട്ടിയ കോണളവ് 300 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് കിട്ടിയ 300നെ 360 ഡിഗ്രിയിൽ നിന്നും കുറയ്ക്കണം. ഇവിടെ നമ്മൾ 360 ഡിഗ്രിയിൽ നിന്നും 300 കുറയ്ക്കുമ്പോൾ നമുക്ക് 60 എന്ന് കിട്ടും. അതായത് ഇവിടെ നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടി. നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ 60 ഡിഗ്രി. ഈ പറഞ്ഞ രീതി നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ശ്രദ്ധിക്കുക. x + 2 xന്റെയും x - 2 xന്റെയും ശരാശരി എത്ര? ഓപ്ഷൻ എ x + 1 x, ഓപ്ഷൻ ബി x + 1, ഓപ്ഷൻ സി x - 1 x, ഓപ്ഷൻ ഡി 1. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് രണ്ട് ഭിന്നസംഖ്യാ രൂപം തന്നിട്ട് അവയുടെ ശരാശരി കാണാനാണ്. ശരാശരി കണ്ടുപിടിക്കാനുള്ള മാർഗം നമുക്കറിയാം. അതായത് ആകെത്തുകയെ എണ്ണം കൊണ്ട് ഹരിക്കണം. അതായത് x + 2 xനെയും x - 2 xനെയും തമ്മിൽ കൂട്ടുന്നു, അതിനുശേഷം ആ കിട്ടുന്ന തുകയെ 2 കൊണ്ട് ഹരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നതാണ് x + 2 x അധികം x - 2 x. ഇവിടെ നമുക്ക് +2 ഉണ്ട്, -2 ഉണ്ട്. +2 -2 തമ്മിൽ വെട്ടിപ്പോകും. പിന്നീടുള്ളത് എക്സും എക്സും ആണ്. എക്സും എക്സും തമ്മിൽ കൂട്ടുമ്പോൾ 2x എന്ന് കിട്ടും. നമ്മുടെ ലസാഗു x ആണ്. അപ്പോൾ നമുക്ക് 2x/2 എന്ന് കിട്ടും. 2x/xലെ അംശത്തിലെ എക്സും ഛേദത്തിലെ എക്സും തമ്മിൽ വെട്ടി നമുക്ക് 2 എന്ന് കിട്ടും. ഈ 2നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 1 എന്ന് ഉത്തരം കിട്ടും. അതായത് ഇവിടെ നമുക്ക് ശരാശരി കിട്ടി 1. അപ്പോൾ നമുക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടി. അതായത് നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി 1. ഇന്നത്തെ ക്ലാസ്സിൽ ഇവിടെ പറഞ്ഞത് കൊല്ലം, കാസർഗോഡ്, തൃശൂർ ജില്ലകളിലേക്കുള്ള LD ക്ലർക്ക് പരീക്ഷയിൽ നിന്നുമുള്ള ഗണിത വിഭാഗത്തിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും വിശദീകരണങ്ങളുമാണ്. ഇവിടെ പറഞ്ഞ 20 ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും അവയുടെ വിശദീകരണങ്ങളും നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തുക. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്